എനിക്ക് ഒരേ സമയം അഭിമാനവും അതുപോലെ ആഹ്ലാദവും ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അതിന് കാരണം എൻ്റെ നാടിനെ പറ്റി എൻ്റെ നാട്ടുകാരോട് ചിലത് സംസാരിക്കാനായിട്ടൊരു സന്ദർഭം കിട്ടി എന്നതിലാണ്. അതുപോലെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ രാജ്യം ഒരു റിപ്പബ്ലിക്കായി മാറിയിരുന്നു. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യം ലബ്ധിക്ക് ശേഷം ഒരു ഭരണഘടന ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ആ രാജ്യം ഒരു റിപ്പബ്ലിക്കായി മാറുന്നു. അടിയന്തരാവസ്ഥയുടെ നാളുകൾ. ഞാനന്ന് കോഴിക്കോട്ടായിരുന്നു, മാതൃഭൂമിയിൽ ജോലി ചെയ്യുകയാണ്. അക്കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് ഒത്തുകൂടണം. കോഴിക്കോട്ട് ആനി ഹാൾ എന്ന് പറഞ്ഞൊരു ചെറിയ ഹാളുണ്ട്. ആനി എന്ന് പറഞ്ഞാൽ ആനി ബസന്റ്. ഹോം റൂൾ വേണം ഇന്ത്യക്ക് എന്ന് പ്രഖ്യാപിച്ച ആ ഐറിഷ് വംശജ വന്ന് പ്രസംഗിച്ച ആ ഹാളിന് പിന്നീട് കോഴിക്കോട്ടുകാർ സ്നേഹാദരപൂർവ്വം ആനി ഹാൾ എന്ന പേര് നാമകരണം ചെയ്തു. അവിടെ വെച്ച് കൊല്ലം ജില്ലക്കാരനായ ഒരു MA സാർ, അദ്ദേഹത്തെ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കണം, MA കൃഷ്ണൻ സാർ. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ ഒരു സംഘടന, അതിന് പേരൊന്നും അന്ന് ഇട്ടിട്ടില്ല, ആ സംഘടന രൂപീകരിക്കുകയും അടിയന്തരാവസ്ഥക്കാലത്ത് സ്വതന്ത്രമായി ആശയവിനിമയം നടത്തുവാൻ ഉള്ള ഒരു വേദി എന്ന നിലയിൽ ഈ സംഘടനയെ മാറ്റണം എന്നും അന്ന് തീരുമാനിക്കുകയുണ്ടായി. ആദ്യത്തെ യോഗം KCS പണിക്കർ എന്ന വിഖ്യാതനായ ചിത്രകാരൻ്റെ ചരമത്തെ തുടർന്നുണ്ടായ ഒരു അനുശോചന യോഗമായിരുന്നു. അത് അളകാപുരി ഹോട്ടലിൽ വെച്ചാണ് നടന്നത്. രണ്ടാമത്തെ യോഗം സാമൂഹ്യ നവോത്ഥാനത്തിന് വലിയ ശ്രദ്ധേയമായ പങ്കുവഹിച്ച VT ഭട്ടതിരിപ്പാടിനെ അനുമോദിക്കാനായി ഒരു യോഗം. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പേരില്ലാത്ത ആ സംഘടന തപസ്യ എന്ന പേരിൽ മാറുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം ഓർത്തുപോയി എന്ന് മാത്രം. ഈ കാലഘട്ടത്തിൽ എന്തിനാണ് നാം നമ്മുടെ പ്രാദേശിക ചരിത്രം അറിയുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ മൈക്രോ ഹിസ്റ്ററി. എന്തിനാണ് മൈക്രോ ഹിസ്റ്ററി പഠിക്കുന്നത്? നമുക്ക് ദേശചരിത്രം പഠിച്ചാൽ പോരെ? ലോകചരിത്രം പഠിച്ചിട്ടല്ലേ ദേശചരിത്രവും ലോകചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി നാം എന്തിനാണ് ഈ പ്രാദേശിക ചരിത്രം പഠിക്കുന്നത് എന്ന് സംശയിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, മൈക്രോ ഹിസ്റ്ററിയുടെ പഠനം മാക്രോ ഹിസ്റ്ററിയുടെ പഠനത്തിന് ഒരു വ്യക്തത നൽകും. ഒരു ചരിത്രം പഠിക്കുന്നതിന് എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം ആദ്യം മൈക്രോ ഹിസ്റ്ററി പഠിക്കണം. അതുകൊണ്ട് ഒരു അപകർഷതാബോധവും നമ്മുടെ നാടിനെ പറ്റി പഠിക്കുന്നതിൽ ആർക്കും തോന്നേണ്ട കാര്യമില്ലെന്ന് ആദ്യമേ അറിയിക്കട്ടെ. ഇവിടെ ശ്രീകുമാർ വളരെ ഹ്രസ്വമെങ്കിലും ശ്രദ്ധേയമായ പ്രസംഗത്തിൽ നാം നിൽക്കുന്ന ഈ പ്രദേശത്തെ പറ്റി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കന്നേറ്റി മുതൽ വടക്ക് ആലപ്പുഴ അമ്പലപ്പുഴയൊന്നും പോകണ്ട, അതിന് മുമ്പ് പുറക്കാടും എത്തണ്ട, അതിന് മുമ്പ് വരെയുള്ള ഒരു പ്രദേശമാണ് പഴയ കാലത്തെ ഓടനാടായിട്ട് തിരുവിതാംകൂറിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ അടയാളപ്പെടുത്തിയിരുന്നത്.
അദ്ദേഹം ശ്രീകുമാർ ഒരു കാര്യം കൂടി പറഞ്ഞു. പഴയ വേണാട് ഈ കന്നേറ്റിയിലാണ് അവസാനിച്ചിരുന്നതെന്ന്. ശരിയാണ്. കന്നേറ്റി കഴിഞ്ഞാൽ പിന്നെ വേണാടാണ്. വേണാട് പാണ്ഡ്യരോട് കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്ന ഒരു വേൾ പ്രഭുവിൻ്റെ, ഒരു സാമന്തൻ്റെ ദേശമായിട്ടാണ് പണ്ട് അറിഞ്ഞിരുന്നത്. എന്നാൽ വേണാടുമായി രക്തബന്ധമുണ്ടായിരുന്ന ആ രാജകുടുംബത്തിൽ നിന്ന് ഏതോ ഒരു കാലത്ത് ചിതറി മാറിപ്പോയ ചിറവായി എന്ന രാജകുടുംബം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ കന്നേറ്റി മുതൽ പമ്പ വരെയുള്ള പ്രദേശങ്ങളിലെ ഭരണാധികാരിയായി മാറുകയാണ്. അന്ന് പമ്പയുടെ വടക്കുള്ള പ്രദേശങ്ങൾ, പമ്പയുടെ ചുറ്റുവട്ടങ്ങൾ എല്ലാം നൻറുഴൈ നാട് എന്ന പേരിലാണ് അറിഞ്ഞിരുന്നത്. എത്ര മനോഹരമായ പേരാണ്! നന്നായി ഉഴുകുന്ന ആളുകളുടെ നാട്, നൻറുഴൈ നാട്. ആ നൻറുഴൈ നാടിലെ ഭരണാധികാരിയായിട്ട് ഒരു ഗോവർദ്ധന മാർത്താണ്ഡനെ വേണാട് അയക്കുകയാണ്. വേണാടിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ശ്രീവല്ലഭൻ കോത. ശ്രീവല്ലഭൻ കോതയുടെ നിർദ്ദേശമനുസരിച്ച് ഗോവർദ്ധന മാർത്താണ്ഡൻ എന്ന രാജകുമാരൻ ഈ നൻറുഴൈ നാടിലേക്ക് വരുന്നു. പിന്നെ അതൊരു സ്വതന്ത്ര രാജ്യമായി മാറുന്നു. ഒരു കണ്ടിയൂർ വേൾക്കുല സുന്ദരനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ആ കണ്ടിയൂർ വേൾക്കുല സുന്ദരൻ എന്ന് പറയുന്ന വില്ലാളിയായ യോദ്ധാവ് തിരുനെൽവേലി പ്രദേശങ്ങളിൽ പാണ്ഡ്യരുമായി പല യുദ്ധങ്ങൾ നടത്തുന്നതായിട്ട് നമ്മൾ അറിയുന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹം ചേരന്മാരുടെ അഭിമാനം വീണ്ടെടുക്കുന്നു, വേണാടിൻ്റെ അഭിമാനം വീണ്ടെടുക്കുന്നു. അങ്ങനെ ഈ വേൾക്കുല സുന്ദരൻ എന്ന വീരപുരുഷനെ പറ്റി ഉള്ള അവദാനങ്ങൾ തിരുനെൽവേലിയിലെ പല ക്ഷേത്രങ്ങളിലും ഉള്ള അപൂർണങ്ങളായ ശിലാലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ ഓടനാട് അവരുടെ യുദ്ധ വിജയങ്ങൾക്കെല്ലാം കാരണം സുബ്രഹ്മണ്യസ്വാമിയാണെന്നാണ് വേൾക്കുല സുന്ദരൻ ധരിച്ചിരുന്നത്. അതിൻ്റെ കൃതജ്ഞതയായി രൂപം കൊണ്ട ക്ഷേത്രമാണ് ഹരിപ്പാട്ടെ വേലായുധ സ്വാമിയുടേത്. അങ്ങനെ ഓടനാട് എന്ന ഒരു ഭൂവിഭാഗം ഉണ്ടാവുന്നു. കലയ്ക്കും സംസ്കാരത്തിനും യുദ്ധ നൈപുണ്യത്തിനും എല്ലാം ഒന്നുപോലെ പേരുകേട്ട ആ നാട്ടിൽ ഒരു മഹാക്ഷേത്രമുണ്ടാകുന്നു, കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ന പേരിൽ. എന്നാൽ അന്ന് അവർക്ക് വേണാടിൻ്റെ അന്നത്തെ തലസ്ഥാനം കൊല്ലമാണ്. ആ കൊല്ലവുമായിട്ടാണ് ഓടനാടിനും അടുപ്പമുണ്ടായിരുന്നത്. നമ്മുടെ ഗോവർദ്ധന മാർത്താണ്ഡൻ നൻറുഴൈ നാടിലെ താൽക്കാലിക ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാകട്ടെ ഓടനാട്ടിലെ ഭരണാധികാരികളായിട്ട് മാറുന്നു. അവർക്ക് കൊല്ലവുമായിട്ടാണ് ബന്ധം. കൊല്ലം അന്ന് വിഖ്യാതമായ ഒരു തുറമുഖമായിരുന്നു. ആ തുറമുഖത്തിലേക്കാണ് കുരുമുളക് എത്തിച്ചിരുന്നത്. ആ കുരുമുളക് വാങ്ങാനായിട്ടാണ് ചൈനക്കാർ വന്നിരുന്നത്, പിന്നീട് അറബികൾ വന്നത്. ഇതിൽ ചൈനക്കാർക്കും അറബികളും നമ്മുടെ കുരുമുളക് വാങ്ങാനാണ് വന്നതെങ്കിലും അവരുടെ ലക്ഷ്യങ്ങൾ വിഭിന്നങ്ങളായിരുന്നു. ചൈനക്കാർ കുരുമുളക് വാങ്ങിക്കും, പണം തരും, അവരുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മളെയും ഏൽപ്പിക്കും, അവർ മടങ്ങിപ്പോകും. എന്നാൽ ചൈനക്കാരെ തുടർന്ന് വന്ന അറബികൾക്കാകട്ടെ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവർ വലിയ തോതിൽ നാട്ടുകാരികളെ വിവാഹം കഴിച്ചു. അവിടെ അവർക്ക് മക്കളുണ്ടായി. അവരുടെ മതം അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ ചൈനക്കാരേക്കാൾ ജനങ്ങളുമായി അറബികൾക്ക് കൂടുതൽ ബന്ധമുണ്ടായി. ക്രമേണ ചൈനക്കാർ ഈ കേരളമായുള്ള വാണിജ്യത്തിൽ നിന്ന് പിൻവാങ്ങി.
അറബികളാകട്ടെ കൂടുതൽ സുദൃഢമായ ഒരു വാണിജ്യ ബന്ധത്തിലേക്ക് വരുന്നു. ഈ ഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ ഒരു കപ്പൽ സംഘത്തെ കുരുമുളക് വാങ്ങാനായി, നേരിട്ട് കുരുമുളക് വാങ്ങിക്കാനായി, ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കുരുമുളക് വാങ്ങിക്കാനായി കേരളത്തിലേക്ക് അയക്കുന്നത്. കോഴിക്കോട് ലക്ഷ്യമാക്കിയിട്ടാണ് വാസ്കോ ഡ ഗാമ എന്ന പോർച്ചുഗീസ് കപ്പിത്താൻ വരുന്നത്. ഗാമ 1498 കോഴിക്കോട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പന്തലായിനി കൊല്ലത്താണ് എത്തുന്നത്. പന്തലായിനി കൊല്ലത്ത് എത്തിയെങ്കിലും കപ്പലടുപ്പിച്ചെങ്കിലും അദ്ദേഹം കണ്ട ആദ്യത്തെ മലബാർ തീരം എന്ന് പറയുന്നത് കാപ്പാട് കടപ്പുറമാണ്. പക്ഷെ കപ്പൽ അടുപ്പിച്ചതും കപ്പൽ തുടർച്ചയായി ദിവസങ്ങൾ പിന്നിട്ടതും പന്തലായിനി കൊല്ലത്താണ്. ആ പോർച്ചുഗീസുകാരെ വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം അതുപോലെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള കപ്പിത്താന്മാരെ ഈ കേരളത്തിലേക്ക് അയച്ചു. അങ്ങനെ വന്നവരാണ് കബ്രാൾ, അൽഫോൺസ ഡി ആൽബുക്കർക്ക് തുടങ്ങിയ കപ്പിത്താന്മാർ. അതിൽ അൽഫോൺസ ഡി ആൽബുക്കർക്ക് എന്ന കപ്പിത്താനാണ് പിന്നീട് ഗോവ പോർച്ചുഗീസുകാർക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നത്. ആ അൽഫോൺസ ഡി ആൽബുക്കർക്ക് എന്ന കപ്പിത്താനാണ് ആദ്യമായി കൊല്ലത്ത് വന്ന് കൊല്ലം റാണിയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത്. അവിടെ ഒരു പണ്ടികശാല കെട്ടിക്കോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. പക്ഷേ അനുവാദം റാണി കൊടുത്തു. റാണി കൊടുത്തത് പണ്ടകശാല കെട്ടാനാണ്. പക്ഷേ ആൽബുക്കർക്ക് കെട്ടിയത് ഒരു കോട്ട തന്നെയായിരുന്നു. അതാണ് തങ്കശ്ശേരിയിലെ കോട്ട. ആ സുവർണ തങ്കശ്ശേരി കോട്ട വന്ന് പോർച്ചുഗീസുകാരുടെ പ്രതാപം അങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഓടനാടിൻ്റെ ചരക്കുകൾ കൊല്ലത്ത് എത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് കൊച്ചി കൊല്ലത്തെ പിന്തള്ളിക്കൊണ്ട് വലിയ ഒരു തുറമുഖമായി മാറി. അങ്ങനെ വന്നപ്പോൾ ഓടനാട്ടിലെ രാജകുടുംബത്തിന് ഈ കൊല്ലത്തെ രാജകുടുംബവുമായി കൂടുതൽ, കൊല്ലത്തെ രാജകുടുംബത്തോട് ഉള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം കൊച്ചി രാജകുടുംബത്തിനോടായി. കൊച്ചിയിലെ രാജകുടുംബ അംഗങ്ങളെ നിന്ന് തമ്പുരാക്കന്മാരെ അവർ വിവാഹം കഴിക്കാൻ തുടങ്ങി. കായംകുളത്തെ രാജകുടുംബ അംഗങ്ങൾ. ക്രമേണ ഈ ഓടനാട് രാജകുടുംബം 4ആയിട്ട് വേർപിരിഞ്ഞു. ഏറ്റവും പ്രധാന ശാഖ കായംകുളം, രണ്ടാമത്തെ ശാഖ കാർത്തികപ്പള്ളി, രണ്ടാമത്തെ ശാഖ മാടത്തിൻകൂർ, മൂന്നാമത്തെ ശാഖ കാർത്തികപ്പള്ളി, നാലാമത്തെ ശാഖ പനയപ്പള്ളി. ഇങ്ങനെ 4 ശാഖകൾ. അതിൽ രണ്ടാമത്തെ ശാഖയായ മാടത്തിൻകൂറിൻ്റെ പ്രദേശമായിരുന്നു ഈ കരുനാഗപ്പള്ളി. മാടത്തിൻകൂർ എന്നവർക്ക് പേര് വരാൻ കാരണം കണ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഭരണം ഈ രണ്ടാമത്തെ ശാഖയ്ക്കാണ്. അതായത് മാടത്തിൻകൂറ്. മാടം എന്ന് പറഞ്ഞാൽ കണ്ടിയൂർ ക്ഷേത്രം. ആ കണ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ എപ്പോഴും രാജാവിനല്ല ക്ഷേത്രം നോക്കുന്നത്, രണ്ടാമനാണ് നോക്കുന്നത്. അങ്ങനെ രണ്ടാമനായ മാടത്തിൻകൂർ തമ്പുരാനാണ് കണ്ടിയൂർ ക്ഷേത്രം നോക്കിയിരുന്നത്. പക്ഷേ കണ്ടിയൂർ ക്ഷേത്രം നോക്കി നടത്തണമെങ്കിൽ അതിന് പണം വേണം. ആ പണം അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. കരുനാഗപ്പള്ളിയുടെ ഭരണവും അദ്ദേഹത്തിന് തന്നെയായിരുന്നു, രണ്ടാമനായിരുന്നു. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ ഒരു ചെറിയ തുറമുഖം ക്രമേണ രൂപം കൊണ്ടു. ആ തുറമുഖത്തിൻ്റെ പേരാണ് പിൽക്കാലത്ത് മാർത്ത എന്ന് അറിഞ്ഞിരുന്ന മരുതൂർക്കുളങ്ങര എന്ന രാജ്യം. ആ മരുതൂർക്കുളങ്ങരയിലെ അവിടെ ഒരു തുറമുഖവുമുണ്ട്. ആ തുറമുഖം എന്ന് പറയുന്നത് കായലിൻ്റെ കരയിലാണ്. ആ പ്രദേശത്ത് അതിനെ പിസ്സ എന്നാണ് പോർച്ചുഗീസ് രേഖകളിൽ പറഞ്ഞിരുന്നത്. ഇന്നും അവിടെ പോവുകയാണെങ്കിൽ
നമുക്ക് ഒരു ചെറിയ പള്ളി കാണാൻ പറ്റും. ഈ സദസ്സിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ഞാനും കൂടിയാണ് അവിടെ ആദ്യമായിട്ട് പോകുന്നത്. ആ പ്രദേശത്ത് അവിടെയാണ് പോർച്ചുഗീസുകാരുടെ ഒരു വ്യാപാര പ്രതിനിധി അവിടെ താമസിക്കുമായിരുന്നു. പിൽക്കാലത്ത് ഡച്ചുകാരുടെ ഒരു വ്യാപാര പ്രതിനിധി അവിടെ താമസിച്ചിരുന്നു. ഇന്ന് മാത്രമല്ല, അവിടെ ഇരുന്നു കൊണ്ട് അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി കൊച്ചിയിലേക്ക് ഡച്ചുകാർ അയച്ചിരുന്നു. അങ്ങനെ അനവധി രേഖകൾ ഇന്ന് ഡച്ചുകാരുടേതായിട്ട് ആംസ്റ്റർഡാമിലെ റോയൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അവയൊന്നും വായിച്ചിട്ടില്ല ആരും. അവിടെയായി ചിലത് വായിച്ചിട്ടുണ്ട്. ലെയ്ഡൻ സർവകലാശാലയിൽ വളരെ കാലം ഇൻഡോളജിയുടെ പ്രൊഫസറായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോനിൽ നിന്ന് ലഭിച്ച കുറച്ച് വിവരങ്ങൾ എനിക്കറിയാൻ സാധിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് 1734 കായംകുളത്തെ രാജാവിനെ മാർത്താണ്ഡവർമ്മയുടെ മറവപ്പട വധിക്കുകയാണ്. കേരള ആചാരമനുസരിച്ച് ശത്രുരാജ്യത്തിലെ ഭരണാധികാരിയെ വധിക്കാൻ പാടില്ല. തോൽവി സമ്മതിച്ച് രാജാവ് പിന്മാറിയാൽ രാജാവിനെ സാമന്തനാക്കാം, രാജാവിനെ വധിക്കരുത്. പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ അനുയായികളായ മറവപ്പടയിൽപ്പെട്ട ആളുകൾ യുദ്ധഭൂമിയിൽ വെച്ച് കായംകുളം രാജാവിനെ വധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മറവപ്പടയ്ക്ക് കേരള ആചാരമൊന്നും അറിഞ്ഞുകൂടാ. പൊന്നുപാണ്ഡ്യത്തേവർ എന്ന് പറയുന്ന ആളാണ് അവരുടെ നേതാവ്. ആ പൊന്നുപാണ്ഡ്യത്തേവരെ കായംകുളത്തിൻ്റെ യോദ്ധാക്കൾ പിന്നീട് ആറ്റിങ്ങലിൽ വെച്ച് വധിക്കും. ഇന്ന് മാത്രമല്ല, അന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിൻ്റെ മരണത്തിന് പ്രതികാരം ചോദിക്കാനായി 300 ചാവേറുകൾ കായംകുളത്ത് ഒത്തുകൂടുകയും അവർ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഞങ്ങൾ മാർത്താണ്ഡവർമ്മയെ വധിച്ച ശേഷമേ തിരിച്ച് കായംകുളത്തേക്ക് വരികയുള്ളൂ. ഈ ചാവേറുകളുടെ ഒരു പ്രതിജ്ഞ ഭയങ്കരമാണ്. അവരാദ്യം ചെയ്യുന്നത് ശിരസ് മുണ്ഡനം ചെയ്യും, രണ്ടാമത് ചെയ്യുന്നത് പുരികം വടിച്ചു കളയും. ഇതേ കാര്യമാണ് മലപ്പുറത്തെ ശുഹദാക്കൾ എന്ന് പറയുന്ന മുസ്ലിം പോരാളികളും ചെയ്യുന്നത്. ഈ ചാവേറുകൾ ചെയ്യുന്ന പോലെ തല മുണ്ഡനം ചെയ്ത് പുരികം വടിച്ച്, ചാവേറുകൾ പിന്നെ കറുപ്പ് കലർത്തിയ ചാരായം കുടിക്കും. മലപ്പുറത്തെ ആളുകൾക്ക് ചാരായം വേണ്ട, വേറെ ഇൻടോക്സിക്കേഷൻ റിലിജിയൻ ഉണ്ട്. ഈ പറയുന്ന ചാവേർ പോരാളികളെ മാർത്താണ്ഡവർമ്മയെയും സൈന്യത്തെയും പിന്തുടർന്നപ്പോൾ മാർത്താണ്ഡവർമ്മ ഭയന്നുപോയി. മാർത്താണ്ഡവർമ്മ പിൻവാങ്ങി കിളിമാനൂരിൽ ആദ്യം എത്തി. അവിടെ നിന്ന് ആറ്റിങ്ങിലേക്ക് പോയി, അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി ജീവൻ രക്ഷിക്കാനായി. ഈ 300 പേരും ആറ്റിങ്ങിലെത്തിയപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാണ് ഈ മാർത്താണ്ഡവർമ്മയും കായംകുളവുമായുള്ള യുദ്ധം എന്ന് പറയാം? കരുനാഗപ്പള്ളിക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. കാരണം ഏറ്റവും സമ്പന്നമായൊരു പ്രദേശമാണ് കരുനാഗപ്പള്ളി. വാസ്തവത്തിൽ കരുനാഗപ്പള്ളിയിലേക്ക് കുരുമുളക് വരുന്നത് നെടുമങ്ങാട്ട് നിന്നാണ്. ഇന്നും ഈ റേഡിയോയിലൊക്കെ അടുത്ത കാലം വരെ കമ്പോള നിലവാരം പറയുമ്പോൾ അതിനകത്ത് കുരുമുളകിൻ്റെ വില പറയുമ്പോൾ 2 സ്ഥലങ്ങളിലെ വില പ്രത്യേകിച്ച് എടുത്തു പറയും. ഒന്ന് പാലായിലെ വിലയും ഒന്ന് നെടുമങ്ങാട്ടെ കുരുമുളകിൻ്റെ വിലയും. ഈ പാലായിലെ കുരുമുളകും വളരെ വീര്യമുള്ള കുരുമുളകാണ്, നെടുമങ്ങാട്ടെ കുരുമുളകും നല്ല വീര്യമുള്ള കുരുമുളകാണ്. ഈ നെടുമങ്ങാട്ട് നിന്നുള്ള കുരുമുളകാണ് കല്ലടയാറ് വഴി കായലുകൾ താണ്ടി ഈ പറയുന്ന അഷ്ടമുടി കായലും കഴിഞ്ഞ് പന്മന തോടും കടന്ന് കായംകുളം കായലിൽ എത്തി അവിടെയുള്ള കരുനാഗപ്പള്ളിയിലെ തുറമുഖത്തിൽ എത്തിയിട്ട് കച്ചവടം ചെയ്യുന്നത്. ഈ കുരുമുളകിന് വേണ്ടിയുള്ള യുദ്ധമാണ് 1739 മുതൽ 47 വരെ നടന്നത്. സമാനതകളില്ലാത്ത യുദ്ധമായിരുന്നു. 1739 മുതൽ 48 വരെയുള്ള കായംകുളം യുദ്ധങ്ങൾ
എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ യുദ്ധത്തിൽ 1734 കായംകുളത്തെ രാജാവ് മരിച്ചു. രണ്ടാമത്തെ അനിയൻ ആണ്. അനിയൻ അന്ന് കൊല്ലത്തെയും കൂടി രാജാവാണ്. കാരണം കൊല്ലം എന്ന് പറയുന്നത് ദേശിങ്ങനാട്. അന്ന് കായംകുളം രാജകുടുംബത്തിലെ ഈ യുവരാജാവിനെ ദത്തെടുത്തു. അങ്ങനെ ദത്തെടുത്തത് കൊണ്ട് കൊല്ലത്തെ രാജാവാണ് പിന്നീട് കായംകുളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. 1742 നിരന്തരമായി ജയപരാജയങ്ങൾ മാറി മാറി വന്നുവെങ്കിലും 42 ശേഷം കായംകുളം പരാജയപ്പെട്ടു. അങ്ങനെ കായംകുളം രാജാവ് സാമന്തനായിട്ട് മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ കീഴടങ്ങി. പക്ഷേ ഉടമ്പടിയിൽ പറയുന്ന വ്യവസ്ഥകളൊന്നും പാലിച്ചില്ല. അങ്ങനെ 1946 രാജാവ് ഒരു ഭീരുവിനെ പോലെ തങ്കശ്ശേരിയിലെ ഡച്ചുകാരുടെ മുമ്പിൽ എനിക്ക് അഭയം തരണമെന്ന് പറഞ്ഞ് യാചിക്കുകയാണ്. തൻ്റെ അരയിൽ കിടന്ന സ്വർണ്ണ ബെൽറ്റ്, നവരത്നങ്ങൾ പതിച്ച സ്വർണ്ണ ബെൽറ്റ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേധാവിക്ക് ഊരിക്കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. അവൻ മാർത്താണ്ഡവർമ്മ എന്നെ കിട്ടിയാൽ വെറുതെ വിടില്ല. എൻ്റെ കുട്ടികളെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഞാൻ കൊച്ചിയിലേക്ക് അയച്ചു കഴിഞ്ഞു. എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അർത്ഥ മനസ്സോടെ കായംകുളം രാജാവിനെ സ്വീകരിക്കുകയാണ്. കായംകുളം രാജാവിനെ തുടർന്ന് കൊച്ചിയോട് യാചിച്ചു, എന്നെ ഞാനിവിടെ താമസിച്ചു കൊള്ളാം. കൊച്ചി രാജാവിന് ഭയമായിരുന്നു മാർത്താണ്ഡവർമ്മയെ, ഇവിടെ വേണ്ട. അവസാനം കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ മലബാറിലെ പഴയ കോട്ടയത്തെ കൂത്തുപറമ്പിൽ അഭയാർത്ഥിയായിട്ട് ഏതാണ്ട് 3 കൊല്ലക്കാലം ഒരു ദരിദ്രനെ പോലെ കായംകുളം രാജാവ് താമസിക്കുകയും അവിടെ വെച്ച് മരിക്കുകയും അവിടെ വെച്ച് സംസ്കരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരം സംസ്കരിച്ച സ്ഥാനം പോലും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 1734 വധിക്കപ്പെട്ട കായംകുളം രാജാവിനെ സംസ്കരിച്ച സ്ഥാനം നമുക്കറിയാം, മങ്കുഴിയിലാണ്. ഇന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിക്കുമ്പോൾ 5000-ഓളം പ്രജകൾ അവിടെ ആ മൃതശരീരത്തിന് വാഴ്ത്തിക്കൊണ്ട്, ധീരനായ ഞങ്ങളുടെ രാജാവിനെ, അദ്ദേഹം മരിച്ചുവെങ്കിലും ഞങ്ങളൊക്കെ ആ വീരപുരുഷനെ പറ്റി ബഹുമാനമേ ഉള്ളൂ എന്ന് കാണിക്കുവാനായി അവർ ആർപ്പ് വിളിച്ചുകൊണ്ട്, രാജാവ് നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ ചുറ്റും കൂടി എന്ന് കരുനാഗപ്പള്ളിയിൽ താമസിച്ചിരുന്ന ഡച്ച് പ്രതിനിധിയായ ഓഡൻ വാട്ടർ കൊച്ചിയിലേക്ക് അയച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തിൻ്റെ പേര് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഓഡൻ വാട്ടറിൻ്റെ റിപ്പോർട്ടിലാണ്. കരുനാഗപ്പൻ പള്ളി എന്നാണ് പേര്. കരുനാഗപ്പൻ പള്ളി ലോപിച്ച് കരുനാഗപ്പള്ളിയായി. കരിനാഗപ്പൻ പള്ളി. എവിടെ കരുനാഗപ്പൻ പള്ളി എന്ന് പറയുന്നതിലെ കരുനാഗപ്പൻ ആരാണ്? കരുനാഗപ്പൻ ശിവനാകാം, അല്ലെങ്കിൽ പാർശ്വനാഥ ജൈനനുമാകാം. ശിവനാകാം. അവൈദിക സമ്പ്രദായത്തിൽ ഏതാണ്ട് ഓച്ചിറ പോലെ ഒരു കാവ് അന്ന് ഈ പടനായർകുളങ്ങര പ്രദേശത്ത് ഉണ്ടായിരുന്നു. അത് പിന്നെ കാലാന്തരത്തിൽ രൂപാന്തരം സംഭവിച്ചു, മറ്റ് വിഭാഗങ്ങളുടെ ദേവാലയമായിട്ട് മാറുകയാണ്. കരുനാഗപ്പള്ളിയിലെ വ്യാപാരത്തിൻ്റെ കുത്തക എന്നും 2 വിഭാഗക്കാർക്ക് ആയിരുന്നു, മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും. അതിനു മുമ്പ് ചെട്ടികൾ ഉണ്ടായിരുന്നു. ശ്രേഷ്ഠി എന്ന വാക്കിൽ നിന്നാണ് ചെട്ടി ഉണ്ടായത്. ചെട്ടികൾക്കുണ്ടായിരുന്നുവെങ്കിലും കാലം ചെന്നപ്പോൾ ഈ ചെട്ടികൾ പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് മാറുകയാണ്.
കരുനാഗപ്പള്ളിയിൽ മുസ്ലിങ്ങൾക്കാണ് അതിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത്. കൊല്ലത്ത് ക്രൈസ്തവർക്കാണ് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത്. കൊല്ലം തുറമുഖത്ത് രണ്ടിടത്തും ഈ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അവർ തമ്മിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്. കരുനാഗപ്പള്ളിയിലും ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ഈ കരുനാഗപ്പള്ളിയിലെ മുസ്ലിം പോപ്പുലേഷനെ പറ്റി കൂടി എനിക്ക് വളരെ രസകരമായ കൗതുകകരമായ ഒട്ടേറെ വിവരങ്ങൾ ലഭിച്ചു. ഉമയമ്മ റാണിക്ക് ശേഷം ഈ വേണാട് ഭരിച്ചിരുന്ന ആദിത്യവർമ്മ എന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ കീഴിലായി പിന്നീട് കരുനാഗപ്പള്ളി. കായംകുളമായിട്ട് കരുനാഗപ്പള്ളി അകന്നു. കരുനാഗപ്പള്ളി എന്നും തിരുവിതാംകൂറുമായി കൂടുതൽ അടുത്തു, കൊല്ലവുമായി കൂടുതൽ അടുത്തു. കൊല്ലവുമായുള്ള സാമീപ്യം തന്നെയാണ് കാരണം. അങ്ങനെ വന്നപ്പോൾ ഈ ആദിത്യവർമ്മ അദ്ദേഹത്തിന് ചൊവ്വക്കാരൻ മൂസ എന്ന് പറയുന്ന കണ്ണൂരുകാരനായ ഒരു വ്യാപാരിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. ഈ ചൊവ്വക്കാരൻ മൂസയുടെ അതുപോലെ കോഴിക്കോട്ട് നിന്നും അതുപോലെ കണ്ണൂരിൽ നിന്നും മുസ്ലിങ്ങളായ കച്ചവടക്കാരെ കരുനാഗപ്പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേണാട്ടിലെ രാജാക്കന്മാർ തന്നെയാണ് ക്ഷണിച്ചത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ലക്ഷദ്വീപിലും മിനിക്കോയിലും വേണ്ട അരി ഈ നമ്മുടെ കേരളത്തിൽ നിന്നാണ് പോയിരുന്നത്. കേരളത്തിൽ നിന്നുള്ള അരി അവിടെ കൊണ്ടുപോകാനായിട്ടുള്ള ഇടനിലക്കാരായിട്ടാണ് മുസ്ലിം കച്ചവടക്കാർ പ്രധാനമായിട്ട് കരുനാഗപ്പള്ളിയിൽ വരുന്നത്. കുഞ്ഞാലി മരക്കാരെ പറ്റി കേട്ടിരിക്കും. ആ കുഞ്ഞാലി മരക്കാർക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ബന്ധു ഉണ്ടായിരുന്നു, പട്ടുമരക്കാർ. ആ പട്ടുമരക്കാർ കരുനാഗപ്പള്ളിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി പണിഞ്ഞു കൊടുക്കുകയാണ് തേവലക്കരയിൽ. അങ്ങനെയാണ് ഈ മുസ്ലിം ഒരു സാന്നിധ്യം കരുനാഗപ്പള്ളിയിൽ വരുന്നത്. എന്ന് മാത്രമല്ല, ഡച്ച് വ്യാപാര പ്രതിനിധി കരുനാഗപ്പള്ളി രാജാവിനെ കാണാൻ വരുമ്പോൾ ഒരു ഉടമ്പടി വേണമെന്ന് പറയുമ്പോൾ കരുനാഗപ്പള്ളിയിലെ മുസ്ലിം ട്രേഡേഴ്സ് പറയുകയാണ്, നമുക്ക് ഡച്ചുകാരുമായിട്ടല്ല ഉടമ്പടി വേണ്ടത്, നമുക്ക് കണ്ണൂരിലെ ആലി രാജാവുമായിട്ടാണ് ഉടമ്പടി വേണ്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ രാജാവ് പറഞ്ഞു, അത് നമുക്ക് ഏതാണ് ദേശത്തിന് കൂടുതൽ പ്രയോജനപ്പെടുന്നത് അതനുസരിച്ച് ഉടമ്പടി. ആലി രാജാവുമായിട്ടാണ് നമുക്കത് കച്ചവടം ലാഭമെങ്കിൽ ആലി രാജാവുമായിട്ട്, അതല്ല ഡച്ചുകാരുമായിട്ടാണ്, ന്യൂഹോഫാണ് വരുന്നത് ഡച്ച് പ്രതിനിധി, അത് ഡച്ചുകാരുമായിട്ടാണ് വ്യാപാരം കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതെങ്കിൽ അവരുമായിട്ടാണ് നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് ആ മുസ്ലിം വ്യാപാര പ്രതിനിധികളെ നിലയ്ക്ക് നിർത്തിയതായിട്ട് ന്യൂഹോഫ് പറയുന്നുണ്ട്. അതുപോലെ കരുനാഗപ്പള്ളി ഭാഗത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ച് പണിയാനായിട്ട്, അന്ന് ഒരു ദേവാലയം പണിയണമെങ്കിൽ രാജാവിൻ്റെ അംഗീകാരം വേണം. ഇപ്പം രാജാവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അംഗീകാരം തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ ദേവാലയം മറ്റ് ദേവാലയങ്ങൾക്ക് തടസ്സമാകരുത്. അങ്ങനെയാണ് പറയുന്നത്. 1700 അത് പറയാൻ കാരണമുണ്ട്. 1743 ഫ്രാൻസിസ് സേവിയർ ഇവിടെ അഗ്രസീവായിട്ടുള്ള സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. എന്ന് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഗോവയിൽ പോർച്ചുഗീസുകാർ ഇൻക്വിസിഷൻ, അതായത് മതപരിവർത്തനം ചെയ്ത് ക്രിസ്തുമതം സ്വീകരിക്കാത്തവരെ നിർബന്ധിച്ച് പീഡിപ്പിച്ച് അവരെ അവരുടെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റും, പരിവർത്തനം ചെയ്യിക്കും. ചെയ്യാത്തവരെ ശിക്ഷിക്കും. ശിക്ഷ കൊല തന്നെയാണ്. അതുകൊണ്ട് ഭയന്ന ഒരുപാട് ആളുകൾ ഈ കേരളത്തിലേക്ക് കുടിയേറ്റക്കാരായി വന്നു. അങ്ങനെ വന്നവരാണ് പുറക്കാടും ആലപ്പുഴയിലും മട്ടാഞ്ചേരിയിലും നാം ഇന്ന് കാണുന്ന ഗൗഡ സാരസ്വത സമുദായം. എന്ന് മാത്രമല്ല, ഏതാണ്ട് ഈ കാലത്ത്, കബ്രാളിൻ്റെ കാലത്ത് തന്നെ ലാറ്റിൻ അമേരിക്ക സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും കീഴിലായി. അപ്പോൾ അവിടെ വലിയ തോതിൽ റെഡ് ഇന്ത്യൻസിനെ മതപരിവർത്തനം ചെയ്യിക്കാൻ, അനായാസമായും മതപരിവർത്തനം ചെയ്യിക്കാൻ ഈ സ്പാനിഷ് പുരോഹിതന്മാർക്കും ഈ
ലിസ്ബണിൽ നിന്ന് പോയ പുരോഹിതന്മാർക്കും സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് പോർച്ചുഗീസ് ഈ ഗോവ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ പറഞ്ഞു, ഇനി ഈ മതപരിവർത്തനത്തിന് വേണ്ട ചെലവ് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളണം. എങ്ങനെ? നിങ്ങളുടെ നാട്ടിൽ നിന്ന് കണ്ടെത്തിക്കൊള്ളണം. എങ്ങനെ? നിങ്ങളുടെ നാട്ടിൽ ഉള്ള അക്രൈസ്തവ ദേവാലയങ്ങൾ കൊള്ളയടിച്ച്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊല്ലത്ത് തേവലക്കരയിലെ ശിവക്ഷേത്രം കൊള്ളയടിക്കുന്നത് 43-ൽ. അവിടെയും ചാവേർ പടയാളികളുണ്ടായിരുന്നു. മലയാളിക്ക് മനോഹരമായൊരു പദം, മലയാളത്തിലെ മനോഹരമായൊരു പദമാണ് ചങ്ങാതി. കേട്ടിട്ടില്ലേ? ചങ്ങാതി ഉണ്ടെങ്കിൽ പിന്നെ കണ്ണാടി എന്തിനാണ്? വളരെ പ്രസിദ്ധമായൊരു ചൊല്ലാണ്. ഈ ചങ്ങാതി എന്നുള്ള പദം വന്നത് ചങ്ങാതം എന്നുള്ള വാക്കിൽ നിന്നാണ്. ഈ ചങ്ങാതം എന്നുള്ള വാക്ക് ചാവേർ പോരാളികളുടെ സംഭാവനയാണ്. ഈ ചാവേർ പോരാളികൾ തേവലക്കരയിലെ ശിവക്ഷേത്രത്തെ സംരക്ഷിക്കാനായി ഉണ്ടായിരുന്നു എങ്കിലും അവർക്ക് പൊരുതി നിൽക്കുവാൻ സാധിച്ചില്ല. അവർ പരാജയപ്പെട്ടു. അന്ന് ഡിസൂസ എന്ന പോർച്ചുഗീസ് ഭരണാധികാരി, അദ്ദേഹം കർദിനാളുമാണ്, വന്ന് ഈ ആക്രമണത്തിന് നേരിടുകയും ക്ഷേത്രത്തിലെ സ്വത്ത് കൊള്ളയടിക്കുകയും അത് കൊല്ലം തുറമുഖം വഴി മടക്കിക്കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് ഈ വ്യാപാരത്തിൻ്റെ ബന്ധങ്ങൾ ഓർത്ത് രാജ്യം ഭരിച്ചിരുന്ന കായംകുളം രാജാവ് ഒന്ന് പ്രതിഷേധിക്കുക പോലും ചെയ്തില്ല. വേണാട് പ്രതിഷേധിച്ചില്ല. കൊല്ലം രാജാവ് പ്രതിഷേധിച്ചില്ല. കൊല്ലം രാജാവിന് വേണമെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ട്രംപ് ചെയ്യുന്നത് പോലെ ഒരു തീരുവ അങ്ങ് പ്രഖ്യാപിച്ചാൽ മതി. കുരുമുളകിന് ഒരു കണ്ടി കുരുമുളകിന് 45 രൂപയാണ്. ഇനി ഒരു കണ്ടി കുരുമുളക് തരണമെങ്കിൽ 90 രൂപ, അല്ലെങ്കിൽ തേവലക്കരയിലെ ക്ഷേത്രം കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ തയ്യാറാകും. പക്ഷെ അങ്ങനെ പറയാൻ ഉള്ള നട്ടല് അന്നത്തെ ഭരണാധികാരികൾക്ക് നിർഭാഗ്യവശാൽ ഇല്ലായിരുന്നു. അതിനെയാണ് കെ ശിവശങ്കരൻ നായർ എന്ന ചരിത്രകാരൻ വാണിജ്യത്തിലൂടെ പാരതന്ത്ര്യം എന്ന ഒരു വാക്യത്തിൽ അടയാളപ്പെടുത്തിയത്. വാണിജ്യത്തിലൂടെ രാജ്യത്തിന് വികസിക്കാൻ സാധിക്കും. വാണിജ്യത്തിലൂടെ രാജ്യത്തിന് ഔന്നത്യത്തിലേക്ക് പോകാൻ സാധിക്കും. എന്നാൽ നമ്മളാകട്ടെ വാണിജ്യത്തിലൂടെ അധപ്പതിക്കുകയായിരുന്നു. അതാണ് കെ ശിവശങ്കരൻ നായർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ ആവർത്തിച്ച് പറഞ്ഞത്, വാണിജ്യത്തിലൂടെ പാരതന്ത്ര്യം. നമുക്ക് പോർച്ചുഗീസുകാരുമായിട്ടുള്ള കച്ചവടമായിരുന്നു പ്രധാനം. ഒരു തേവലക്കര ക്ഷേത്രം അപ്രധാനമായിരുന്നു എന്ന് മാത്രമല്ല, ആ തേവലക്കര ക്ഷേത്രം നിന്ന സ്ഥലം പിന്നെ അഭിമാനികളായ കരുനാഗപ്പള്ളിക്കാർ അത് തിരിച്ചു പിടിക്കുകയോ നന്നാക്കുകയോ ഒന്നും ചെയ്തില്ല. അത് ഉപേക്ഷിച്ചു എന്നേക്കുമായി. അതാണ് മിഥ്യാധാരണകളും മിഥ്യാബോധവും അതുപോലെ മിഥ്യാദർശനങ്ങളുമായിരുന്നു നമ്മുടെ പൂർവികന്മാർക്ക് പല കാര്യങ്ങളിലും ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. ചരിത്രം നമ്മളെ അമൂല്യമായ പാഠങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ചരിത്രം ഒരിക്കലും ഒരു നീതിവാക്യങ്ങളിൽ ഭർതൃഹരിയുടെ നീതിവാക്യത്തിൽ കാണുന്നത് പോലെ നേരിട്ട് നമ്മളോടൊന്നും പറയുകയില്ല. മറിച്ച് ചരിത്രം ചില പാഠങ്ങൾ നമ്മളെ പരോക്ഷമായി പഠിപ്പിക്കും. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന അനൈക്യം, നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ആ ജാതി വ്യത്യാസത്തെ ചൊല്ലിയുള്ള മിഥ്യ അഭിമാനങ്ങൾ, ഇതൊക്കെയായിരുന്നു ഈ നാടിൻ്റെ ഇന്നലകളിൽ നാം അനുഭവിച്ച ശാപം. ചരിത്രം പഠിക്കുന്നത് എന്തിനാണ് എന്ന് ഞാനിപ്പോൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ചരിത്രത്തെപ്പറ്റി വിഭിന്നമായ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായി ഉണ്ടാവും. പെരുന്തച്ഛൻ പണ്ട് ആലുവയുടെ അടുത്തൊരു കുളം പണിഞ്ഞു. തെക്കേക്കരക്കാരും വടക്കേക്കരക്കാരും തമ്മിൽ തർക്കിക്കുകയായിരുന്നു. അതിൽ ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ചതുരത്തിലുള്ള കുളം വേണമെന്ന്, മറ്റൊരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് വട്ടത്തിലുള്ളൊരു കുളം വേണമെന്ന്.
പ്രതിഭാശാലിയായ പെരുന്തച്ചൻ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ചതുരത്തിലും പടവിലേക്കിറങ്ങുമ്പോൾ വട്ടത്തിലും ഉള്ള ഒരു കുളം കുഴിച്ചു. രണ്ടു കൂട്ടരെയും സമാധാനിപ്പിച്ചു. ചരിത്രത്തിൽ ചിലപ്പോൾ നമുക്ക് ഈ ചതുരത്തിലും ഒരേ സമയം വട്ടത്തിലുമുള്ള കുളങ്ങൾ കുഴിക്കേണ്ടതായി വരും. അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അതിൽ മുൻകൂർ ജാമ്യമെടുക്കേണ്ട ആവശ്യമില്ല, ലജ്ജിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെയും നമ്മൾ പറയുന്നതിന് നമുക്ക് ഒരു ആർജവം വേണം. ആരുടെ മുമ്പിലും വസ്തുതകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് നാളിതുവരെയായി ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാനൊരു അധ്യാപകനായിരുന്നു. പുരാവസ്തു ഗവേഷണ വിജ്ഞാനീയം പഠിച്ച ഒരു അധ്യാപകൻ, മ്യൂസിയോളജി പഠിച്ച ഒരു അധ്യാപകൻ. ആ നിലയിൽ എനിക്ക് കേരള ചരിത്രത്തിനോടും ഗാഢമായ ആഭിമുഖ്യമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തെളിവുകളെ ആധാരമാക്കാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പലപ്പോഴും പലർക്കും അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞിരുന്ന ഒരാൾ എന്ന നിലയിൽ എന്നെ പരിഹസിക്കാറുണ്ട്. ഞാനത് സ്വീകരിക്കുന്നു. ആ പരിഹാസം അല്ലെങ്കിൽ ആ നിന്ദാസ്തുതി അല്ലെങ്കിൽ എന്നെപ്പറ്റി പറയുന്ന എന്നോടുള്ള ശക്തമായ വിയോജിപ്പ് ഒന്നും എന്നെ ബാധിക്കുകയില്ല. ഇനി മറിച്ചൊരു കാര്യം, എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ ആ തെറ്റ് തെളിവുകളുടെ മുൻനിർത്തി ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഞാനത് തിരുത്തുവാനും തയ്യാറാണ്. എനിക്കെൻ്റെ സദസ്സിനോട്, പ്രസംഗം നീണ്ടുപോകരുത് എന്നുള്ളത് കൊണ്ട് ചുരുക്കുകയാണ്, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദേശചരിത്രം പഠിപ്പിക്കണം. എങ്ങനെ തുടങ്ങാം? ക്ഷേത്രങ്ങളായിരുന്നു പണ്ടത്തെ ഗ്രാമങ്ങളുടെ നെർവ് സെൻറ്റേഴ്സ്, ദേവാലയങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ നാടിൻ്റെ ചരിത്രം പഠിപ്പിച്ച് നമുക്കവരെ ചരിത്രബോധമുള്ളവരാക്കാം. ഈ സദസ്സിലെ സ്ത്രീകളുടെ സാന്നിധ്യം, സഹോദരിമാരുടെ സാന്നിധ്യം എന്നെ അത്ഭുതപ്പെടുത്തി. വിശേഷിച്ച് ഒരു അവധി ദിവസം ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കഴിയേണ്ട ആളുകൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ഇതുവരെയുള്ള അറിവിൽ സ്ത്രീകളാണ് നല്ല ചരിത്രബോധമുള്ളവർ. എല്ലാ അമ്മമാരും നല്ല ചരിത്രബോധമുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കും. അമ്മയുടെ ചരിത്രബോധത്തിൽ ചെറിയ അതിശയോക്തിയൊക്കെ കാണും. അമ്മ സാധാരണ വില്ലാളി വീരനായ മകനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, എടാ നിന്നെ ഞാൻ 10 മാസം ചുമന്നതാണ്, അതോടുകൂടി അവൻ്റെ പരാക്രമങ്ങളൊക്കെ തീരില്ലേ? വാസ്തവത്തിൽ അമ്മ പറയുന്നതിൽ ചെറിയൊരു നുണയുണ്ട്. അമ്മ ചുമന്നത് 10 സൗരമാസങ്ങളല്ല, പിന്നെയോ 10 ചന്ദ്രമാസമാണ്. പക്ഷേ ആ 10 എന്ന് പറയുന്ന ആ മാജിക് നമ്പർ മകൻ്റെ മുമ്പിൽ മായാതെ കിടക്കും. അപ്പം പിന്നെ അമ്മയുടെ മുമ്പിൽ അവൻ തീർച്ചയായിട്ടും സാഷ്ടാംഗം പ്രണമിച്ചിരിക്കും, മനസ്സുകൊണ്ടെങ്കിലും. അതുകൊണ്ട് അമ്മമാർക്ക്, സഹോദരിമാർക്ക് നമ്മുടെ അനന്തര തലമുറയെ ചരിത്രബോധമുള്ളവരാക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിയും എന്നെനിക്ക് ഉറപ്പാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ മൂല്യങ്ങൾ, നമ്മുടെ നാടിൻ്റെ സങ്കല്പങ്ങൾ എല്ലാം മാറി വരികയാണ്. ഇവിടെ ശ്രീകുമാർ ഓണാട്ടുകര മലയാളത്തെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. പണ്ടൊരിക്കൽ പത്മരാജൻ്റെ മകൻ അനന്തപത്മനാഭനോട് ആരോ ചോദിച്ചു, നിങ്ങൾ അമ്മയുടെ വള്ളുവനാടൻ ഭാഷയിലാണോ എഴുതാൻ പോകുന്നത്, അതോ പത്മരാജൻ്റെ ഓണാട്ടുകര ഭാഷയിലാണോ എഴുതാൻ പോകുന്നതെന്ന്. അനന്തപത്മനാഭൻ സംശയിക്കാതെ മറുപടി പറഞ്ഞു, എൻ്റെ അച്ഛൻ പത്മരാജൻ്റെ ഓണാട്ടുകര മലയാളത്തിലായിരിക്കും ഞാൻ എഴുതാൻ പോകുന്നതെന്ന്. ഓണാട്ടുകര മലയാളത്തിന് ഞങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് 6 ഭാഷാഭേദങ്ങളുണ്ടെന്ന്.
ലക്ഷദ്വീപിലെ ഭാഷാഭേദം കൂടെ കൂട്ടിയാൽ 7. ഈ 7 ഭാഷാഭേദങ്ങളിലും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഓണാട്ടുകര മലയാളം. ആ ഓണാട്ടുകര മലയാളത്തിൻ്റെ എത്ര പ്രയോഗങ്ങളായിരുന്നു ആ നാടിൻ്റെ സംസ്കാരത്തെ അത് പ്രകടിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ആത്മാവിൻ്റെ മലയാളം, അതായത് മലയാളത്തിൽ നമ്മുടെ പ്രജ്ഞയുടെ മലയാളമുണ്ട്, പക്ഷേ ആത്മാവിൻ്റെ മലയാളം അതാണ് ഓണാട്ടുകാരക്കാർ സംസാരിക്കുന്നത്. അവരുടെ ഭാഷയിലെ, അവരുടെ ഉച്ചാരണത്തിലെ നീട്ടലിലും കുറുക്കലിലും ആ ഉടപ്പുറന്നോനെ എന്നുള്ള വിളിയിലും എല്ലാം കാണുന്നത് ഒരു പ്രദേശത്തിൻ്റെ മഹത്തായ സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മൾ തലമുറകൾക്ക് കൈമാറി ഇല്ലെങ്കിൽ അതൊരു മഹാനഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.